ഹലോ SLC മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡേ ബൈ ഡേ എന്ത് ചെയ്യണം, എങ്ങനെ ടൈം ടേബിൾ പ്ലാൻ ചെയ്യണം എന്ന ഫുൾ കാര്യം, അതേപോലെ നിങ്ങളുടെ SSLC ഓണം എക്സാം ടൈം ടേബിളിൽ ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്, അതെന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ആൻഡ് അതേപോലെ ഒരു ദിവസം രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്ക് എത്ര ടൈം സ്പെൻഡ് ചെയ്ത് എങ്ങനെയാണ് ഡെയിലി ടൈം ടേബിൾ വേണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. ഡെയിലി ഒരു ദിവസം എന്ത് ചെയ്യണം എന്നുള്ള ടൈം ടേബിൾ വേണമെങ്കിൽ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക, ഞാൻ ചെയ്യുന്നതായിരിക്കും. പക്ഷേ എനിക്ക് 1000 ലൈക്കും 1000 കമൻറ്റും മാക്സിമം എത്തിക്കുക, പെട്ടെന്ന് എത്തിക്കുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മക്കളെ, എല്ലാവരും കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ ഓണം എക്സാമിൻ്റെ ടൈം ടേബിൾ. അത്യാവശ്യത്തിന് കുഴപ്പമില്ല, പക്ഷേ നമ്മളെല്ലാവരും കുഴപ്പിപ്പിക്കാവുന്ന ടൈം ടേബിൾ ആണ്. ഓക്കെ, കാരണം ഒരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ആകെയുള്ള ഒരു ഗുഡ് ന്യൂസ് എന്താ മക്കളെ, സോഷ്യൽ സയൻസ് മൺഡേ ആണ്. അപ്പോൾ അതിനനുസരിച്ച് സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനത്തെ ഒരു ടൈം ടേബിൾ നിങ്ങൾ ആരും കാണാൻ പാടില്ല. ആസ് എ കുട്ടി നിങ്ങൾക്ക് എക്സാം എഴുതുന്ന ദിവസമല്ല ഇമ്പോർട്ടൻറ്റ്, എക്സാം എഴുതുന്നതിന് മുൻപുള്ള ദിവസങ്ങളാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം ഞാൻ പറഞ്ഞുതരാം, നിങ്ങളെല്ലാവരും ജീവിക്കുന്നത് ആ ടൈം ടേബിൾ അനുസരിച്ചാണ്. അല്ല, നിങ്ങളിപ്പോൾ ഓഗസ്റ്റ് 19 ഈ വീഡിയോ ഇട്ടത്. ഓക്കെ, നിങ്ങൾ എന്നാ ഈ വീഡിയോ കാണുന്നതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം അതിനനുസരിച്ച് മൊത്തം പ്ലാൻ പറയും. നിങ്ങളിപ്പോൾ 22-നാണോ 28-നാണോ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടോ അതുപോലെ ലൈക്ക് അടിക്കുക. ഈ നമ്മളിപ്പോൾ ഓഗസ്റ്റ് 19 വീഡിയോ ഇടുന്നത്, നിങ്ങൾക്ക് ഏകദേശം ഈ ആഴ്ച ഓക്കെ അങ്ങനെ കാണണം. അല്ലാണ്ട് എത്ര ദിവസം, 17-16 ദിവസം അതല്ല വേണ്ടത്. ഈ ഒരാഴ്ചയുണ്ട്, അടുത്തൊരാഴ്ചയുണ്ട്, അത് കഴിഞ്ഞിട്ട് സമയമുണ്ടോ? സെപ്റ്റംബറിൽ നിങ്ങൾക്ക് സമയമില്ല. ഓക്കെ, സെപ്റ്റംബറിൽ നമുക്ക് 1-2 ബേസിക്കലി നിങ്ങൾ ഈ എക്സാം തലേന്നുള്ള പഠിക്കാനുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ബേസിക്കലി 2 ആഴ്ചയുള്ളൂ. 2 ആഴ്ചയുള്ളൂ നിങ്ങൾ ഓണപ്പരീക്ഷയ്ക്ക്. ആൻഡ് എത്ര ചാപ്റ്റേഴ്സ് ഏകദേശം ഉണ്ട്? ഇത്രയും ചാപ്റ്റേഴ്സാണ് മൊത്തം പഠിക്കാനുള്ളത്. ഇനി കുറേ കാര്യങ്ങൾ ഞാൻ ഇതിൽ നിങ്ങൾക്ക് സിമ്പിളാക്കി തരാം. സമാധാനമായിരിക്കുക, പേടിക്കേണ്ട. ആ ലൈക്ക് ബട്ടൺ അടിക്കുക, ഞാൻ നിങ്ങൾക്ക് ശരിയാക്കി തരാം എന്താ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ മക്കളൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം, നിങ്ങൾക്ക് വെനസ്ഡേ എന്നാണ് 21st വെനസ്ഡേ 21st ഒരു സ്പെഷ്യൽ ഇവൻ്റ് ഉണ്ട്. എല്ലാവരും ലൈവിന് വരിക. യൂട്യൂബ് ചാനലിലായിരിക്കും. എല്ലാവർക്കും വേണ്ടി ഒരു ഭീകര സ്റ്റഡി പ്ലാൻ വരുന്നുണ്ട്. അത് കേട്ടാൽ നിങ്ങൾ ഓണം എക്സാം ഫുൾ മാർക്ക് കിട്ടിക്കോളും. അത് മറക്കരുത്. ആ ലൈവ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാകും. വേഗം തന്നെ പോയി ലൈക്ക് അടിക്കുക, റിമൈൻഡ് മീനൊക്കെ. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. നമ്മൾ ഇപ്പോൾ നിന്ന് എക്സാമിലേക്ക് പ്ലാൻ ചെയ്യുന്ന മുമ്പ് നമുക്ക് ബാക്കിലേക്ക് ആലോചിക്കാം, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് കാര്യം ഞാൻ പറഞ്ഞ മക്കളെ, ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ സയൻസാണ്. സോഷ്യൽ സയൻസ് ഒരു മൺഡേ ആണ് വരുന്നത്. 7 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. ഓക്കെ, 7 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. മിക്കവരും 2-3 ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും. 2 ചാപ്റ്ററെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹിസ്റ്ററിയിൽ ഒരെണ്ണം, ജോഗ്രഫിയിൽ ഒരെണ്ണം, എന്താണെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. ഇനി 5 ചാപ്റ്ററൊക്കെ നിങ്ങൾക്ക് പൊതുവെ പഠിക്കാറുണ്ട്. ഇപ്പോൾ 7 ചാപ്റ്റർ നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, 6 പഠിക്കുക, മാക്സിമം ട്രൈ ചെയ്യുക. അപ്പം അതിനുവേണ്ടി നിങ്ങൾക്ക് സാറ്റർഡേ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഈ സാറ്റർഡേ ഓക്കെ നോക്കാം. സാറ്റർഡേ SS നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രാവിലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. വൈകുന്നേരം SS എന്ത് ചെയ്യാം, 2 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സാറ്റർഡേ നിങ്ങൾ 4 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇവിടെ SS-ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിവിഷൻ ചെയ്യാം. ആ 4 ചാപ്റ്ററിൻ്റെ റിവിഷൻ 4 ചാപ്റ്റർ. ആൻഡ് SS-ൻ്റെ എന്താണ്, നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, ബാക്കിയുള്ള ചാപ്റ്റേഴ്സും കൂടി നോക്കാം. ഇത് സാറ്റർഡേ സൺഡേ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ബാക്കിയുള്ള എത്ര 4 ചാപ്റ്റർ കഴിഞ്ഞ് 3 ചാപ്റ്റർ നിങ്ങൾ പഠിച്ചതായിരിക്കും. 2-3 ചാപ്റ്ററും പഠിച്ചു എന്ന് പറഞ്ഞു. അതിൻ്റെയും കൂടി ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ റിവിഷൻ ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് സാറ്റർഡേ സൺഡേ ചെയ്യാം. ഇനി നിങ്ങൾ കുറച്ചെങ്കിലും വർക്ക് ചെയ്താൽ ഞാൻ ഇത് കുറച്ചും കൂടി സിമ്പിളറാക്കി തരാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, SS-ൻ്റെ ഒരു 2 ചാപ്റ്റർ നിങ്ങൾക്ക് ഫ്രൈഡേ വൈകുന്നേരം ചെയ്യാം. ഫ്രൈഡേ നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് എഴുതി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നാൽ നിങ്ങൾക്ക് ഒരു സമയം ഉണ്ടാവുമല്ലോ. ആ സമയം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 2 ചാപ്റ്റർ പഠിക്കുക. രാവിലെ സാറ്റർഡേ കുറച്ച് പഠിക്കുക, വൈകുന്നേരം സാറ്റർഡേ കുറച്ച് പഠിക്കുക, സൺഡേ ഫുൾ റിവിഷൻ ചെയ്യുക. അതോടെ സോഷ്യൽ സയൻസ് സെറ്റ്. അപ്പോൾ സോഷ്യൽ സയൻസ് നിങ്ങൾ നേരത്തെ പഠിച്ച് വെക്കണോ? നിങ്ങൾ നേരത്തെ പഠിച്ച് വെക്കണം എന്നില്ല. ഗിവൺ ദാറ്റ് നിങ്ങൾ 1-2 ചാപ്റ്റർ കണ്ടിട്ടുണ്ട്, ബാക്കിയുള്ള ചാപ്റ്റർ പേരൊക്കെ കേട്ട് കുറച്ച് എന്താ നടക്കുന്നതെന്നൊക്കെ ഒന്ന് മനസ്സിലായി. ബ്രിട്ടീഷുകാർ എങ്ങോട്ട് പോകുന്നു കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് അവിടെ നടക്കുന്നത്, ഭൂമി എങ്ങോട്ട് ചുറ്റുന്നതൊക്കെ അറിഞ്ഞിരിക്കണം. അത്രയും അറിയുന്ന ആൾ നിങ്ങൾ സോഷ്യൽ സയൻസിനെ പറ്റി പ്രത്യേകം പഠിക്കണം. കാരണം ഒരു ദിവസം മൊത്തം, 2 ദിവസം മൊത്തം ആൻഡ് 2.5 ദിവസം ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ സയൻസ് സെറ്റ്. ഓക്കെ, ഇനി അപ്പം സാർ സാറ്റർഡേയും സൺഡേയും നമ്മൾ മൊത്തം സോഷ്യൽ സയൻസിൽ പഠിച്ചു പോയാൽ ഓക്കെ, ഈ ഫ്രൈഡേ ഇത് ഓപ്ഷനിൽ കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു പ്ലാൻ പറഞ്ഞാൽ. നമുക്ക് കെമിസ്ട്രിയും ഫിസിക്സാണ് പ്രശ്നം. ട്യൂസ്ഡേ കെമിസ്ട്രിയും ഫിസിക്സും ഉണ്ട്. അപ്പോൾ എന്താണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ കെമ്മും ഫിസിക്സിൻ്റെയും റിവിഷനാണ്. ഇവിടെ റിവിഷൻ നടക്കുള്ളൂ, വേറെ ഒന്നും നടക്കില്ല. ഓക്കെ, ഫിസിക്സും കെമിസ്ട്രിയും റിവിഷനാണ് വൈകുന്നേരം. കാരണം റിവിഷൻ 2 ചെയ്യണം, വേറെ ഒന്നും ചെയ്യാൻ സമയമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, നിങ്ങൾക്ക് അന്ന് വൈകുന്നേരം ഇരുന്ന് കെമിസ്ട്രീൻ്റെയും ഫിസിക്സിൻ്റെയും ചാപ്റ്റേഴ്സ് പഠിക്കാൻ പറ്റുമോ? ഒട്ടും പഠിക്കാൻ പറ്റൂല. നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനുള്ള സമയം മാത്രമേ കിട്ടുള്ളൂ. കാരണം നിങ്ങൾ കഷ്ടപ്പെട്ട് സോഷ്യൽ എക്സാം എഴുതി വീട്ടിൽ വന്നിട്ട് കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സും ഉണ്ട്. അപ്പോൾ 2 പഠിക്കും. സോഷ്യൽ പോലെ വലുതായി. ഓക്കെ, അപ്പോൾ കെമിസ്ട്രി 3 ചാപ്റ്ററും ഫിസിക്സ് 3 ചാപ്റ്ററും. അപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണ്, അലക്സ് സാർ പറഞ്ഞിട്ടുണ്ട് ഇത് 2 ചാപ്റ്റർ പഠിച്ചാൽ മതി, മറ്റേ ചാപ്റ്ററിന് ആകെ ഒരു ക്വസ്റ്റ്യൻ വരുള്ളൂ, 3ാമത്തെ ചാപ്റ്റർ. അതേപോലെ കെമിസ്ട്രി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കി നിങ്ങൾക്ക് അറിയാൻ വിചാരിക്കും. അപ്പോൾ 2-2.5 ചാപ്റ്റർ പഠിച്ചാൽ. അപ്പോൾ നോക്കിയേ, നിങ്ങൾ ശരിക്കും 4-4.5 ചാപ്റ്റർ പഠിച്ചാൽ മതി. 3ാമത്തെ ചാപ്റ്റർ ഫുൾ ഇല്ല കേട്ടോ ഫിസിക്സിൽ. അതേപോലെ മാത്സിലും 4ാമത്തെ ചാപ്റ്റർ ഫുള്ളില്ല, 3.5 ചാപ്റ്റേഴ്സ് ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു 4.5 ചാപ്റ്ററായി. അപ്പോൾ ഈ 4.5 ചാപ്റ്റർ സാർ എവിടെ പഠിക്കും? ഈ ഫിസിക്സും കെമിസ്ട്രിക്കും പഠിക്കാൻ വേണ്ടിയിട്ട് മൺഡേ വൈകുന്നേരം പറ്റൂല, മൺഡേ റിവിഷനെ പറ്റുള്ളൂ. സാറ്റർഡേ സൺഡേ നമ്മൾ മൊത്തം സോഷ്യലിന് പഠിച്ചു. ഇനി സാർ ഫ്രൈഡേ വൈകുന്നേരം പറ്റൂല,
വേണമെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ സോഷ്യൽ നിങ്ങൾക്ക് അത്യാവശ്യം ഓക്കെ ആയ ടീംസ്, ഓക്കെ സോഷ്യൽ അത്യാവശ്യം ഓക്കെ ആയ ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഫിസിക്സിൻ്റെ ഒരു 2 ചാപ്റ്റർ വേഗം വായിച്ചു പോവാം, കെമിസ്ട്രി 2 ചാപ്റ്റർ വേഗം വായിച്ചു പോവാം, അല്ലെങ്കിൽ ഫിസിക്സും കെമിസ്ട്രി ആദ്യത്തെ ചാപ്റ്റേഴ്സ് ഫുൾ സെറ്റാക്കാം ഓരോരോ ചാപ്റ്റർ. ഇത് സോഷ്യൽ സെറ്റ് ആയവർക്ക് വേണ്ടിയിട്ടുള്ള ചാപ്റ്റർ. പക്ഷേ എനിക്ക് തോന്നുന്നു മിക്കവർക്ക് സോഷ്യലായിരിക്കും പ്രശ്നക്കാരൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്രൈഡേ പറ്റില്ല. അത് ഞാൻ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ തരാം. ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്താണ്, ഈ ആഴ്ച, ഓക്കെ ഈ ആഴ്ച അപ്പോൾ നമുക്ക് ഫിസിക്സും കെമിസ്ട്രി നേരത്തെ പഠിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ എഴുതി വെക്കാം, നമുക്ക് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഫിസിക്സും കെമിസ്ട്രി ഞാൻ ഇവിടെ പഠിക്കും, ഓക്കെ 4-4.5 ചാപ്റ്റർ പഠിക്കാനുണ്ട്, അത് എവിടെ പഠിക്കും നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ ഇനി നമുക്ക് അടുത്ത പ്രശ്നം വരെ ലാംഗ്വേജ് 2 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, L2 നമുക്ക് ഇവിടുന്ന് മൊത്തം ഇരുന്ന് പഠിക്കാം. ഓക്കെ ലാംഗ്വേജ് 2 നിങ്ങൾക്ക് മിക്കവാറും ഒരു വൈകുന്നേരത്തിൽ നിന്ന് കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. നമ്മൾ മാരത്തോൺ ലൈവ് ഉണ്ട്, അത് പഠിച്ചാൽ സെറ്റ് ആവുന്നതായിരിക്കും. ലാംഗ്വേജ് 1 എന്നുള്ള നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അതും തലേ ദിവസം കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്നു. പക്ഷേ ശ്രദ്ധിക്കുക, മാത്സ് എക്സാം മാത്രം ഒരു ചെറിയ പ്രശ്നമുണ്ട് മക്കൾ, ശ്രദ്ധിച്ചോ. മാത്സ് എക്സാം ആഫ്റ്റർനൂൺ ആണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് വീട്ടിലെത്തുമ്പോൾ ടയർഡ് ആയിരിക്കും, സമയം കുറവായിരിക്കും. അപ്പോൾ ആ കാര്യം മറക്കരുത്. അപ്പോൾ ലാംഗ്വേജ് 1 കുറച്ച് നേരത്തെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ലാംഗ്വേജ് 1 ഒരു ചെറിയൊരു വാർണിംഗ് തരികയാണ്. കാരണം നിങ്ങൾക്ക് ലാംഗ്വേജ് 1 അത് നിങ്ങളൊന്ന് നേരത്തെ വായിച്ചിടുന്നത് നല്ലതാണ്. ഓക്കെ ആ കാര്യം മനസ്സിലായി. ലാംഗ്വേജ് 1 ഇനി ഇവിടേക്ക് വരികയാണ്, മാത്സിന് മുമ്പിലേക്ക് വരികയാണ്. ഈ ചാപ്റ്റർ ഇംഗ്ലീഷ് കഴിഞ്ഞു, നിങ്ങൾ ഫസ്റ്റ് എക്സാം ഇംഗ്ലീഷ് കഴിഞ്ഞാൽ നിങ്ങൾ മൊത്തം മാത്സിൻ്റെ റിവിഷൻ, മാത്സ് റിവിഷൻ മാത്രമേ നടക്കുള്ളൂ. കാരണം 3.5 ചാപ്റ്റർ ഉണ്ട്. അത് ഫോർമുലയും ഇക്വേഷനും നമ്മൾ മാരത്തോണൊക്കെ ആയിട്ട് ആ ദിവസം പോയി. ഓക്കെ അതേപോലെ ഇംഗ്ലീഷിന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇംഗ്ലീഷും പഠിക്കണം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം ഇംഗ്ലീഷ് റിവിഷനും നിങ്ങൾക്ക് ലെറ്റർ റൈറ്റിംഗ്, ഗ്രാമർ റൈറ്റിംഗ് എല്ലാ കാര്യങ്ങളും ഫുൾ സാധനം നമ്മൾ ഇംഗ്ലീഷ് റിവിഷനിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് തന്നെ ധാരാളമായിരിക്കും. ഓക്കെ നിങ്ങൾ ഇംഗ്ലീഷ് നിങ്ങൾ രാവിലെ നോക്കിയേ, ഈ ദിവസം രാവിലെ ഇംഗ്ലീഷ് സ്റ്റഡി അല്ലെങ്കിൽ നിങ്ങൾ സൺഡേ കുറച്ച് സ്റ്റഡി കുറച്ച് ഇംഗ്ലീഷ് നിങ്ങൾ സ്വന്തം സ്റ്റഡി ചെയ്താൽ നിങ്ങൾക്ക് തലേ ദിവസം എന്താണ് റിവൈസ് ചെയ്ത് ഇംഗ്ലീഷ് എക്സാം നടക്കാം. ഇനി എവിടെയും പ്രശ്നം പറ്റി എന്താണ്, നമ്മൾ മാത്സ് എക്സാമിന് എവിടെയും പഠിച്ചിട്ടില്ല. ഓക്കെ മാത്സ് എക്സാമിന് എവിടെയും പഠിച്ചിട്ടില്ല. അതേപോലെ തന്നെ നമ്മൾ 2 സബ്ജക്റ്റ് വിട്ടു. ഇവിടെ ഹിന്ദി റിവിഷൻ, ഓക്കെ റിവിഷൻ. അതേപോലെ ഇവിടെ ബയോൻ്റെ റിവിഷൻ ചെയ്യാൻ നിങ്ങൾക്ക് എനർജി ഉണ്ടെന്ന് അറിയാം. പിന്നെ ബയോ നിങ്ങൾക്ക് ആകെ 2-3 ചാപ്റ്ററിലുള്ളൂ. ബയോ അത്ര 3 ചാപ്റ്ററുള്ള നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ നേരത്തെ ഒന്ന് പഠിച്ചാൽ മതി. മാത്സ് ആണ് മെയിൻ വില്ലൻ. കാരണം മാത്സ് ഇവിടെ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യേണ്ട സമയം കിട്ടുള്ളൂ. അത് പഠിക്കണം. അത് എവിടെ പഠിക്കണം നിങ്ങൾ പ്ലാൻ ചെയ്യണം. അതേപോലെ തന്നെ ഫിസിക്സും കെമിസ്ട്രി 4-4.5 ചാപ്റ്റർ പഠിക്കാനുണ്ട്. ബയോളജി നിങ്ങൾ 3 ചാപ്റ്റർ 2 പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് 3ാമത്തെ ചാപ്റ്റർ ഇവിടുന്ന് പഠിച്ചു തീർക്കാം. ഹിന്ദി നിങ്ങൾ നേരത്തെ പഠിച്ചു വെക്കണം. പക്ഷേ നിങ്ങൾക്ക് ഹിന്ദി ഓക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ചൊക്കെ പഠിച്ച് നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾക്ക് തലേ ദിവസം പഠിച്ച് സെറ്റാക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ഓണം സെലിബ്രേഷൻ ഉണ്ട് അടിപൊളിയായിട്ട്. പക്ഷേ ഈ പ്രാവശ്യം ഓണം സെലിബ്രേഷൻ കുറേ സ്കൂളുകളുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിവേസ് നിങ്ങൾ എക്സാം കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്വന്തം സെലിബ്രേറ്റ് ചെയ്യാം. ഓക്കെ അപ്പോൾ ഇനി ഇങ്ങോട്ടേക്ക് വരാം. നമുക്ക് ഇത്രയും ദിവസങ്ങളുണ്ട്. ഓക്കെ മറ്റന്നാൾ ഇവൻറ്റിൻ്റെ ആ കാര്യം മറക്കരുത്. നമുക്ക് പഠിക്കാനുള്ള കാര്യം എന്താണ് നോക്കിക്കോ. ഫിസിക്സ് കെമിസ്ട്രി 4.5 ചാപ്റ്റർ പഠിക്കാനുണ്ട്. മാത്സ് 3 ചാപ്റ്റർ എന്ന് കൂട്ടിക്കോ. ബയോളജി 2 ചാപ്റ്ററിന് പഠിച്ചേക്കണം. ഹിന്ദി നിങ്ങളൊന്ന് വായിച്ച് വെക്കണം. ഓക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. 1 to 2 ചാപ്റ്റേഴ്സ് എങ്കിലും പഠിച്ചു വെക്കണം. 6-7 ചാപ്റ്റർ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ നിങ്ങളത് വിഷയമാക്കണ്ട. ഓക്കെ ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്കിതാ ഇവർ 2 ആൾക്കാർ. ഓക്കെ ഫിസിക്സ് 4 നിങ്ങൾ നോക്കൂ, 2 ആഴ്ചയുണ്ട് നിങ്ങളുടെ കയ്യിൽ. ഓക്കെ ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് വേറെ മിഡ്-ടേമോ ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഇഷ്ടമുള്ള പോലെ പഠിക്കാം. പക്ഷേ പഠിക്കണം. ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളിതാ 1 2 3 4 5 6 7 8 9 10 11 12 13. ഓക്കെ 13 ദിവസം എനിക്ക് ഇവിടെ ഓഗസ്റ്റിൽ കാണാം. നമുക്ക് ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ ഈ ദിവസം കാണുന്നത് എന്നാൽ 19-ാം തീയതി കാണാനാണ്. 13 ദിവസം ബാക്കിയുണ്ട്. എനിക്ക് എത്ര ചാപ്റ്റർ പഠിക്കാനുണ്ട് എല്ലാം കൂട്ടിക്കോ, മാക്സിമം അങ്ങനെ നോക്കും. ഓക്കെ ഇവിടെ 4.5 അപ്പോൾ 5 കൂട്ടിയോ, 5 3 8 10 12 ചാപ്റ്റർ. ഓക്കെ നോക്കിയാൽ 12 ചാപ്റ്റർ മൊത്തം പഠിക്കാനുണ്ട്. 13 ഡേയ്സ് എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട്. 12 ചാപ്റ്റർ ഉണ്ട്. ഓക്കെ ഇത് പഠിച്ചാൽ എനിക്ക് ഓണം എക്സാം സെറ്റാണ്. റിവൈസ് ചെയ്യാൻ സമയം കിട്ടും. മാരത്തോൺ അറ്റൻഡ് ചെയ്യാൻ സമയം കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫുൾ പഠിച്ച് തീർക്കാനും പറ്റും, നല്ല മാർക്ക് മേടിക്കാനും പറ്റും. അപ്പം എനിക്ക് ഏകദേശം 13 ദിവസം ഉണ്ട്, 12 ചാപ്റ്റർ ഉണ്ട്. എല്ലാ ദിവസവും ഒരു ചാപ്റ്ററെങ്കിലും മിനിമം പഠിക്കണം. ഓക്കെ എല്ലാ ദിവസവും മിനിമം ചാപ്റ്റർ പഠിക്കും. ഇനി ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇങ്ങനത്തെ സിറ്റുവേഷനിലല്ല. ഓക്കെ നിങ്ങളുടെ ഓരോ ചാപ്റ്റർ നമ്പറൊക്കെ മാറും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു ജനറൽ സ്റ്റുഡൻറ്റ്. നിങ്ങൾ ഫോർ എക്സാമ്പിൾ 22 വീഡിയോ കാണുന്നത്. അപ്പോൾ എത്ര ദിവസം ഉണ്ട്, 2 7 9 ദിവസം ബാക്കിയുള്ളൂ. ഓക്കെ 9 ഡേയ്സിൽ 9 ഡേയ്സ് ഉണ്ട്. എത്ര ചാപ്റ്റർ ഉണ്ട്, 13 ചാപ്റ്റർ ഉണ്ട്. ഓക്കെ 9 ഡേ 13. അപ്പം 13 ഡിവൈഡഡ് ബൈ 9 എത്രയാ, 1 എത്ര വരിക, 1.4 വരും. 1.4 അപ്പോൾ 1.5 ചാപ്റ്റർ പെർ ഡേ പഠിക്കും. 1.5 ചാപ്റ്റർ പെർ ഡേ. ഓക്കെ 1.5 ചാപ്റ്റർ പെർ ഡേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ബേസിക്കലി 2 ചാപ്റ്റർ ദിവസം പഠിക്കാൻ നോക്കുക. അതാണ് നിങ്ങളുടെ പേസ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഈ ചാനലിൽ 1 ഷോട്ട് ഉണ്ട്. നിങ്ങൾക്ക് അതിനുള്ള ക്വസ്റ്റ്യൻ സീരീസ് ഒക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം, ഓക്കെ ഇത് നിങ്ങൾ ഈ കാൽക്കുലേഷൻ വെച്ചിട്ട് ചെയ്യാൻ. നിങ്ങൾക്ക് എത്ര ചാപ്റ്റർ പെർ ഡേ തീർക്കണം എന്നുള്ള കാൽക്കുലേഷൻ നിങ്ങൾ ഇടുക.
ഓക്കെ. ഇപ്പോൾ 22 വെച്ചാൽ നിങ്ങൾ ഏകദേശം 2 ചാപ്റ്ററാണ്, 24, 25 ചെയ്യുമ്പോഴും 2 ചാപ്റ്റർ പെർ ഡേ ചെയ്യണം. അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ച കാണുന്നവരാണെങ്കിൽ 2-3 ചാപ്റ്റർ ചെയ്യണം. 2 ചാപ്റ്റർ പെർ ഡേ ചെയ്യാൻ പറഞ്ഞാൽ വലിയ പണിയില്ല. ഒരു മാത്സ് എടുക്കുക, ഒരു ബയോളജി എടുക്കുക, ഒരു ദിവസം അടുത്ത മാത്സ് എടുക്കുക, കെമിസ്ട്രി എടുക്കുക, പിന്നെ ഒരു ദിവസം ഫിസിക്സ് എടുക്കുക, ഹിന്ദി എടുക്കുക, കഴിഞ്ഞു. ഇത്രയോട് സമയം. സോഷ്യൽ നമുക്ക് പഠിച്ചെടുക്കാം, സോഷ്യൽ 1-2 പേപ്പർ ഇറങ്ങി പഠിച്ചെടുക്കാം. അപ്പം നിങ്ങൾക്ക് ഏകദേശം എങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഗൂഗിളിൽ പോകുക, ഇങ്ങനത്തെ ഒരു കലണ്ടർ എടുക്കുക, നിങ്ങൾ വേണം പ്രിൻറ്റ് ചെയ്യുന്നിട്ട് ഇങ്ങനെ എഴുതി പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പേപ്പറും പെന്നും വെച്ച് ഉണ്ടാക്കിക്കോ, വളരെ സിമ്പിൾ. സ്കെയിൽ വെച്ചിട്ട് ഉണ്ടാക്കുക. നിങ്ങൾ മനസ്സിലാക്കണം എങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന്. ഈ ടൈം ടേബിൾ കണ്ടാൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ ടൈം ടേബിൾ കണ്ടാൽ മാത്രമേ പ്ലാൻ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പ്ലാൻ ചെയ്യാം. ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്കൊരു സമാധാനം ഫസ്റ്റിന് കിട്ടും. എപ്പോൾ എന്ത് പഠിച്ചു തീർക്കണമെന്ന് മനസ്സിലാവും. അതോടെ നിങ്ങൾ സക്സസ്ഫുൾ ആകും. ഗ്യാരണ്ടിയാണ് ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇപ്പം തന്നെ സാർ യൂസ്ഫുൾ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ബാക്കിയുള്ളവർ വരുമ്പോൾ കാണുമ്പോൾ ഇത്രയും കമൻറ്റ് ഉണ്ട്, അത്ര യൂസ്ഫുൾ ആണെന്ന് മനസ്സിലാവും. പിന്നെ മക്കളെ മറക്കരുത്, 21 ഇവൻ്റ് ഉണ്ട്. അതിനോടൊപ്പം നിങ്ങൾക്ക് എക്സാമിൻ്റെ ഡു ഓർ ഡൈ ക്വസ്റ്റ്യൻ സീരീസ് ഓണം എക്സാമിന് വരുന്നുണ്ട്. മക്കളെ എക്സാം എഴുതുകയാണെങ്കിൽ എന്താണെങ്കിലും ചെയ്തിരിക്കേണ്ടത് കുറേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അതിൻ്റെ ലൈവുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമിനർ ബാച്ചിൽ 9 മണിക്ക് എല്ലാ ദിവസവും ലൈവ് ഉണ്ട്. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, അതേപോലെ ഹിന്ദി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എക്സാമിനർ ബാച്ചിലുള്ളവർക്ക് ഓൾറെഡി ഫ്രീ ആണ് മക്കളെ. അപ്പോൾ നിങ്ങൾ കാണുന്ന ദിവസം മൺഡേ ആണെങ്കിൽ ഫിസിക്സ് യൂട്യൂബിലുണ്ടാവും, അടുത്ത ദിവസം മുതൽ ബാച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം എക്സാമിനർ ബാച്ചിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ലോഗ് സീരീസ് കഴിഞ്ഞ് ഡു ഓർ ഡൈൻ്റെ ചെയ്യുന്നുണ്ട്. ബുക്സും കൂടി ഫ്രീ ആയിട്ട് എല്ലാം കൂടി ഫീച്ചേഴ്സ് എല്ലാം കൂടി കൂട്ടിയിട്ട് പുതിയതാ ഫീസ് കുറച്ചിരിക്കുന്നു. 4,999 ആണ് ഫീസ്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാൻ വിളിക്കാം, അല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാൻ വിളിക്കാം. വേഗം അഡ്മിഷൻ എടുക്കാം. ഇത് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഡു ഓർ ഡേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ആഴ്ച. അപ്പോൾ അതും കൂടി പഠിച്ചാൽ ഗ്യാരണ്ടീഡ് ഫുൾ A+ ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ക്ലാസ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യാം മക്കളെ. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ചേട്ടനോ ഒരു അമ്മയോ ഉണ്ടാക്കി തരുന്ന പോലെ ടൈം ടേബിൾ ഉണ്ടാക്കി തന്നു. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇങ്ങനത്തെ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യുക, ഒരു ഫോട്ടോ എടുക്കുക, പ്രിൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സ്വന്തം ടൈം ടേബിൾ ഉണ്ടാക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക എത്ര ചാപ്റ്റർ പെർ ഡേ നിങ്ങൾ തീർക്കേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് മറ്റന്നാൾ ഇവൻറ്റിന് കാണാം. ഓക്കെ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.